കഴിഞ്ഞ ദിവസം നമ്മൾ ഗേൾസ് ഒരു സ്കൂളിൽ 1000 കുട്ടികൾ, അവിടെ 430 ഗേൾസ്, അതല്ല എടുത്തത് ലാസ്റ്റ്. നമുക്ക് അടുത്ത് ചെയ്യാം. എ ഡൈ ഇസ് ത്രോൺ. അടുത്ത എല്ലാ പ്രോബ്ലം ചെയ്ത് തീർക്കാം. വേഗം ചെയ്തോ. എ ഡൈ ഇസ് ത്രോൺ 3 times. എ ഡൈ ഇസ് ത്രോൺ 3 times. ചെയ്തില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് നമ്മളുണ്ട്. എ ഡൈ ഇസ് ത്രോൺ 3 times. ഇനി നിങ്ങൾ ഇവന്റ് നോക്കണ്ട, ആ ഒരു ഇവന്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേടിയെത്തിയാൽ മതി. എ ഇവന്റ് ഓഫ് 4 on third throw. അപ്പോൾ തേർഡ് ത്രോയിൽ 4 കിട്ടണം. ബി ഇവന്റ് ഓഫ് 6 on first and 5 on second throw. ഒരുമിച്ചാണത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ത്രോയിൽ 6ഉം സെക്കൻഡ് ത്രോയിൽ 5ഉം വരണം. 6 on first and 5 on second throw വരണം. ഫൈൻ പി ഓഫ് എ ഗിവൺ ബി. നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്താൽ 2:1 ഇവൻറ്റ്സ് ഉണ്ടാവും. 2 കോയിൻ ടോസ് ചെയ്താൽ 2 സ്ക്വയർ ആയിരിക്കും. 3 കോയിൻ ടോസ് ചെയ്താൽ 2 ക്യൂബ് ആയിരിക്കും. 4 കോയിൻ ടോസ് ചെയ്താൽ 2:4 ആയിരിക്കും. ഒരു ഡൈ റോൾ ചെയ്താൽ 6:1. 2 ഡൈ റോൾ ചെയ്താൽ 6 സ്ക്വയർഡ് 36, 6 ക്യൂബ് 216 ആണ്. 6:4 അങ്ങനെ പോകുന്നത്. ദെൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അവർ എ എന്താ 3 ഡൈ റോൾ ചെയ്തു. 3 ഡൈ ആണ് റോൾ ചെയ്തത്. അതിൽ നമുക്ക് എന്താ വേണ്ടത്? എ ഇവന്റ് ഓഫ് 4 on third throw. തേർഡ് ത്രോയിൽ 4 വരണം. ബി എന്ന് പറഞ്ഞാൽ എന്താ 6 on first and 5 on second. കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഗിവൺ ബി ആണ്. എ ഗിവൺ ബി ഈക്വൽസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. ഇത് ചെയ്ത പോലുണ്ടല്ലോ എന്തെങ്കിലും അവിടെ. ശരി, പി ഓഫ് എ ഗിവൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലായി 3 ഡൈ റോൾ ചെയ്തു. ഫസ്റ്റ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ ബി സംഭവിച്ചു കഴിഞ്ഞിട്ട് എയുടെ പ്രോബബിലിറ്റി കാണലാണ്. അപ്പോൾ ബി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഒന്നാമത്തെ ഡൈ 6 വീണുണ്ട്, രണ്ടാമത്തെ ത്രോയിൽ 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6, 5 വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വരാം? അപ്പോൾ 6, 5, 1 വരാം, 6, 5, 2 വരാം, 6, 5, 3 വരാം, 6, 5, 4 വരാം, 6, 5, 5 വരാം, 6, 5, 6 വരാം. നമുക്ക് വേണ്ടത് 6ഉം 5ഉം വന്നു. ഫസ്റ്റിൽ 6ഉം സെക്കൻഡിൽ 5ഉം വന്നു. അപ്പോൾ തേർഡിൽ എന്താവണം? 4 ആവണം. അങ്ങനെ ഒറ്റന്നുള്ളൂ. അപ്പോൾ 1, 2, 3, 4, 5, 6, 1/6 എന്നാണ് അതിൻ്റെ ആൻസർ വരിക. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് നേരിട്ട് ഡിസ്കവർ ചെയ്യണം. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ 6 on ഫസ്റ്റും 5 on സെക്കൻഡും. 6 on ഫസ്റ്റും 5 on സെക്കൻഡും വരുന്ന എത്ര ഇവൻറ്റ്സ് ഉണ്ട്? ഇതായിരുന്നു 6 ഉണ്ട്. 6 മൊത്തം 216 ഇവൻറ്റ്സ് ഉണ്ട് കേട്ടോ. 3 ഡയർ ചെയ്യുമ്പോൾ. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എയും ബിയും വരണം. ഒരുമിച്ച് സംഭവിക്കണം എയും ബിയും. എ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റോളിൽ 4 കിട്ടണം. എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതിൽ 6, രണ്ടാമത്തേൽ 5. ഒന്ന് ഒരുമിച്ച് വായിച്ചത് ഒന്നാമത്തേതിൽ 6, രണ്ടാമത്തേതിൽ 5, അപ്പോൾ മൂന്നാമത്തേതിൽ 4. അപ്പോൾ 6, 5, 4 കിട്ടണം. അങ്ങനെ പറഞ്ഞില്ലല്ലോ. 1/216 1/216 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/216 ഡിവൈഡഡ് ബൈ 6/216. അപ്പോൾ ഇത് വെട്ടിപ്പോയിട്ട് 1/6. ഈ 1/6 നമുക്ക് നേരെ കിട്ടിയതാണ്. അപ്പോൾ വേഗം ചെയ്തേ, വേഗം പെട്ടെന്ന് തീർക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, അടുത്ത തിയറത്തിലേക്ക് പോവാം. ഈ ഇവൻറ്റ്സ് ഒന്ന് എഴുതിക്കോട്ടോ. അതായത് 6, 5 ഒന്നാമത്തേതിൽ 6, രണ്ടാമത്തേതിൽ 5 വരുന്നു പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞു. അത് പിന്നെ മൂന്നാമതിൽ എന്ത് വേണമെങ്കിലും ആവാം. 1, 2, 3, 4, 5 എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് വേണ്ടത് 4 വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിൻ്റെ പ്രോബബിലിറ്റി കാണണം. അപ്പോൾ 6, 5, 4 എന്ന് വരും. ഓക്കെ, ചെയ്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അത്ര സ്പീഡിൽ ചെയ്യാം. അടുത്തത് എത്തിക്കോ. എ ഡൈ ഇസ് ത്രോൺ ട്വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡൈ ഇസ് ത്രോൺ ട്വൈസ്. ഒരു ഡൈ 2 തവണ ഇറങ്ങി. ആൻഡ് the sum of numbers appearing is observed to be 6. The sum of numbers appearing is observed to be 6. നമ്പേഴ്സിൻ്റെ സം നമുക്ക് മനസ്സിലായത് 6 എന്ന് മനസ്സിലായി. ഒബ്സർവ് ചെയ്തു 6 ആണോ? ചെരിഞ്ഞിരിക്കുന്നുണ്ടോ?
ഉണ്ടായിരുന്നു അല്ലേ, ചെറുതായിട്ട്, കുഴപ്പമില്ല. ബി ഒബ്സർവ് ടു ബി 6. ഇപ്പം ഞാൻ ശരിയാണോ തോന്നുന്നു, കുഴപ്പമില്ല. അപ്പോഴേ 6. വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്? നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്. അപ്പോൾ നമുക്കെന്ത് കാണണം? 2 ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? കൂട്ടി നോക്കിയത്, അപ്പോൾ 6 കിട്ടി. 6 കിട്ടി. അപ്പോൾ 6 കിട്ടിയപ്പോൾ എന്തൊക്കെയാവാൻ സാധ്യതയുണ്ട്? 1 5 വന്നേക്കാം, 5 1 വന്നേക്കാം, അല്ലെങ്കിൽ അത് 2 3 ആവാൻ, അല്ല 2 4 ആവാൻ സാധ്യതയുണ്ട്, അത് 4 2 ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് 3 3 ആവാൻ സാധ്യതയുണ്ട്. ഇത്ര സാധ്യതകളുള്ളൂ. മൊത്തം 36 എന്നുള്ളത് 5 എണ്ണമായി ചുരുങ്ങി. ഇതിൽ നമുക്ക് ഒരു 4 വരെ എത്ര ആളുണ്ട്? 2 ആളുണ്ട്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇപ്പോൾ 2/5 ആണ് പ്രോബബിലിറ്റി. അങ്ങനെ ചെയ്താൽ പോരാ, നമ്മൾ ഡിഫൈൻ ചെയ്ത് ചെയ്യും. ലെറ്റ് എ ഇവന്റ് ഓഫ്, സംഭവിക്കാനുള്ളതാണ് എ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെ പ്രോബബിലിറ്റി ആണോ അതാണ് എ. ലെറ്റ് എ ഇവന്റ് ഓഫ് ഡൈ ഷോസ് 4. ഡൈ 4 വരേണ്ട പ്രോബ്ലം നമുക്ക് കണ്ടത്. സംഭവിച്ചത് എന്തായാലും ബി എന്ന് എടുക്കാം. സംഭവിച്ചത് എന്താ? ഇവന്റ് ഓഫ് സം 6 ആയി എന്നുള്ളതാണ് സംഭവിച്ചത്. ഇവന്റ് ഓഫ് സം ഇസ് 6. നമുക്ക് എന്ത് വേണം? പി ഓഫ് എ ഗിവൺ ബി വേണം. അപ്പോൾ എന്താ ചെയ്യാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതിൽ പി ഓഫ് ബി ആദ്യം കണ്ടുപിടിക്കാം. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സം 6 കിട്ടണം. എപ്പോഴാണ് സം 6 കിട്ടുന്നത്? 2 ഡൈ റോൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എത്ര ഇവൻറ്റ്സ് 2 ഡൈ റോൾ ചെയ്യുമ്പോൾ 36 ഇവൻറ്റ്സ്. അതിൽ എത്ര സം 6 കിട്ടുന്നത്? 5 എണ്ണം. 5/36. അപ്പോൾ അത്രേ ഉള്ളൂ, 5/36. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താ? 1 5 5 1 2 4 4 2 3 3 ഇത്രയേ ഉള്ളൂ, 5/36. അപ്പോൾ ആ 36 മറന്നു പോയിട്ട്. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ശരിയാവണം. എ എന്ന് പറഞ്ഞാൽ ഡൈമ 4 വരണം, ബി എന്ന് പറഞ്ഞാൽ എന്താ? സം 6 വരണം. ഒരു ഡൈമ 4 വരണം, കൂട്ടി നോക്കുമ്പോൾ 6 കിട്ടണം. അങ്ങനെ എത്ര ഇവൻ്റ് ഉണ്ട്? ആകെ 2 ഉള്ളൂ, 2 4 4 2. 2/36. എന്നിട്ട് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/36 ഡിവൈഡഡ് ബൈ 5/36. അപ്പോൾ ഇത് വെട്ടിപ്പോയി, അതിൻ്റെ ഇത് കിട്ടും 2/5 എന്ന ആൻസർ കിട്ടും. കഴിഞ്ഞു. ചെയ്യും. വളരെ എളുപ്പമാണത്. ഇപ്പോൾ തീരും. ഇന്ന് നമുക്ക് ഇത് തീർക്കാനുള്ള ശ്രമം നടത്താം. പിന്നെ ഇതിൽ കുറച്ച് കുട്ടി കണക്കുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വെറുതെ ചെയ്താൽ മതി, ഒരു രസത്തിന് ചെയ്യാൻ നോക്കാം. ഞാൻ ചെയ്തോ. ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഓക്കെ, വേഗം ചെയ്യണം. കാരണം അത് അത്ര ചെറുതാണ്. ഈ കൊല്ലം മാർക്കിൻ്റെ ബഹളമായിരിക്കും. ഈ വക ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് മാർക്ക്. എഴുതൂ. അടുത്തത് ചെയ്യാം. ഗിവൺ ദാറ്റ് 2 numbers appearing, given that 2 numbers appearing on throwing 2 dice are different. Given that 2 numbers appearing on throwing 2 dice are different. അപ്പോൾ 2 ഡൈ റോൾ ചെയ്തപ്പോൾ ഈ ഡൈമ വീണ നമ്പർ ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ 1 1 വന്നല്ലേ അതിൻ്റെ അർത്ഥം, 2 2 വന്നില്ല, 3 3 വന്നില്ല, 4 4 വന്നില്ല, 5 5 അല്ല, 6 6 അല്ല. നമ്പേഴ്സ് ഡിഫറൻ്റ് ആണ്, മീൻസ് സെയിം നമ്പേഴ്സ് വന്നിട്ടില്ല. മൊത്തം 36 എണ്ണം ഉണ്ട്. അതിൽ സെയിം നമ്പേഴ്സ് എത്ര ഉണ്ട്? 6 എണ്ണം. 1 1 2 2 3 3 4 4 5 5 6 6 6 എണ്ണം. അപ്പോൾ നമ്പേഴ്സ് സെയിം അല്ല, ഡിഫറൻ്റ് ആണെന്ന് പറയുന്നത് എത്ര ഉണ്ട്? 30 എണ്ണം. അത് നോക്കണം. Find the probability that the event the sum of numbers on the dice is 4. Find probability of the event that the sum of numbers on the dice is 4. അപ്പോൾ sum of numbers on the dice is 4. അപ്പോൾ നോക്കൂ, നമുക്ക് മനസ്സിലായി എന്തായാലും ഇത് ഈ ഡൈമോ സെയിം ആക്കി വന്നില്ല. അപ്പോൾ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, 4 4 ഇല്ല, 5 5 ഇല്ല, അങ്ങനെ 6 6 ഇല്ല. അപ്പോൾ ബാക്കി എന്താ വന്നുള്ളത്? 1 2 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ 30 എണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഇവന്റ് ഓഫ് സം ഓഫ് നമ്പേഴ്സ് ഇസ് 4. നമ്പേഴ്സ് സം എന്താവണം? 4 ആവണം. മൊത്തം 30ലേക്ക് നമ്മൾ ചുരുക്കിയല്ലോ.
എപ്പോഴൊക്കെയാണ് 4 കിട്ടുക? 1 3 3 1 4 ആണോ അല്ലേ? പിന്നെയും 4 കിട്ടും 2 2. പക്ഷേ ആ 2 2 നമ്മൾ എടുക്കില്ല ഇവിടെ. എന്താ കാരണം? സെയിം നമ്പേഴ്സ് അല്ല. 2 2 എടുത്താൽ സെയിം നമ്പർ അല്ലേ? 2 എടുത്താൽ ഡയമൽ നമ്പേഴ്സ് സെയിം ആണ്. പക്ഷേ ഇവിടെ അവർ പറഞ്ഞത് ഡൈമ വന്നിട്ടുള്ള നമ്പേഴ്സ് സെയിം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 2 2 വരില്ലല്ലോ. മൊത്തം 30 ആള്, അതിൽ 4 വരുന്ന സം 4 2 ആള്, 4/30 ആണ് എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഡിഫൈൻ ചെയ്ത് ചെയ്യാം. ലെറ്റ് എ ഇവൻ്റ് ഓഫ്, സംഭവിക്കാനുള്ളത് എന്താ? ഇവൻ്റ് ഓഫ് സം 4 ആവണം എന്നാണ് പറഞ്ഞുള്ളത് അവർ. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ? ഇവൻ്റ് ഓഫ് എന്താണ് സംഭവിച്ചത്? നമ്പേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഡൈമ വന്ന നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്, അത് വേറെ വേറെയാണ്, നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്ത് വേണം? പി ഓഫ് എ ഗിവൺ ബി വേണം, ഈക്വൽസ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് 2/30 ആണ് കിട്ടും. നോക്കാം നമുക്ക്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ് വരിക. അതിൽ പി ഓഫ് ബി ആദ്യം കണ്ടുപിടിക്കാം. ഒരു നിയമം എന്നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പി ഓഫ് ബി എന്താ? ഇവൻ്റ് ഓഫ് നമ്പേഴ്സ് ആർ ഡിഫറെൻറ്റ്. മൊത്തം 36 പേരുണ്ട്, അതിൽ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് എത്ര ഉണ്ട്? 30 ആണുണ്ട്. 30/36 ഡിവൈഡ് ചെയ്യുന്ന വേണ്ടത് അവിടെ 36. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണണം എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും ശരിയാണോ? എ എന്ന് പറഞ്ഞാൽ സം 4 കിട്ടണം, ബി എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആവണം. സം 4 കിട്ടുന്ന 3 ആളുണ്ട്, 1 3 3 1 2 2. പക്ഷേ 2 2 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്പേഴ്സ് ഡിഫറെൻ്റ് ആവണം. അപ്പോൾ രണ്ടാളുള്ളൂ, 2 ഈ രണ്ടാളുണ്ട്. 2/36 ഈക്വൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/36 ഡിവൈഡഡ് ബൈ 30/36. ഇതാണ് നേരത്തെ കിട്ടിയത് അല്ലേ? 2/30 ഈക്വൽസ് 1/15 എന്ന് കിട്ടും. 2ന് 30 പറ്റിയിട്ടാണ് കേട്ടോ, സംശയം കണ്ടായത്. വേഗം ചെയ്യൂ. ചെയ്തോ. ഇത് ഞാനിവിടെ ചെയ്ത് ഇവിടെ ഞാൻ പറയുമ്പോഴാണ് സമയം എടുക്കുന്നുള്ളൂ. നിങ്ങൾ വെറുതെ കഴിഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ സമയം എടുക്കില്ല, വാങ്ങാൻ സമയം കഴിയും, വളരെ പെട്ടെന്ന് കഴിയും. ശരി, അടുത്ത് ചെയ്യല്ലേ? കഴിഞ്ഞില്ലേ? ഓക്കെ, ചെയ്യാം. ശരി, അടുത്തത്. An instructor has a question bank consisting, ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തെന്ന് ഓർക്കണം കേട്ടോ. An instructor has a question bank consisting 300 easy true or false questions. 300 easy true or false questions. 300 easy true or false questions. 200 difficult true or false questions. 200 difficult true or false questions. 500 easy MCQ. MCQ നിങ്ങൾക്ക് അറിയാമല്ലോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ടോ? 500 easy multiple choice questions and 400 difficult MCQ. 500 easy MCQ and 400 difficult MCQ. Difficult MCQ. Full stop. If a question is selected, what is the probability that it's an easy question? What is the probability that it's an easy question? Given that, conditioned, given that it's a MCQ. It's a MCQ. Given that it's a MCQ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണണം എപ്പോൾ? പ്രൊവൈഡഡ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ MCQ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 300 ഈസി ആയിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 200 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? 400 500 ഈസി MCQ ഉണ്ട്. 500 എണ്ണം. 500 വളരെ ഈസി ആണ്. ഈസി MCQ ഉണ്ട്. 400
ഡിഫിക്കൽട്ടായിട്ടുള്ള MCQ ഉണ്ട്. അവർ പറഞ്ഞാൽ എന്താ, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തപ്പോൾ അത് MCQ ആയി. MCQ എന്ന് പറഞ്ഞപ്പോൾ ആകെ 900 ഉള്ള, പിന്നെ അതെന്താവണം, ഈസി ആവണം. എത്ര ഈസിൻ്റെ 500? അപ്പോൾ 500/900 ആണ് എൻ്റെ ആൻസർ. നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കണം. ലെറ്റ് എ, നമുക്ക് എന്താ വേണ്ടത്, ഈസി ക്വസ്റ്റ്യൻ ആവണം. ഇവൻ്റ് ഓഫ് ഈസി ക്വസ്റ്റ്യൻ. ഇനി ബി എന്താ, ഇവൻ്റ് ഓഫ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ, ഇവൻ്റ് ഓഫ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ given B എഴുതി ക്വസ്റ്റ്യൻ എഴുതി. P of B എന്ന് പറഞ്ഞാൽ എന്താ, ഇവൻ്റ് ഓഫ് MCQ. എത്ര MCQ ഉണ്ട് ഇവിടെ, 900 ഡിവൈഡഡ് ബൈ 1400 അല്ലേ, അതെ 1400. ദെൻ P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്താ, A എന്ന് പറഞ്ഞാൽ ഈസി ആവണം, B എന്ന് പറഞ്ഞാൽ MCQ ആവണം. ഇത് രണ്ടും ശരിയാവണം. A എന്ന് പറഞ്ഞാൽ ഈസി, B എന്ന് പറഞ്ഞാൽ MCQ. അപ്പോൾ ഈസിയും ആവണം, MCQ ആവണമെങ്കിൽ ഈസി MCQ ആവണം. അതുകൊണ്ട് 500 ഡിവൈഡഡ് ബൈ 1400. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും, 500/1400 ഡിവൈഡഡ് ബൈ 900/1400 എന്ന് കിട്ടും. ഇത് വെട്ടിപ്പോകും. അപ്പോൾ 5/9 എന്ന് കിട്ടും അതിൻ്റെ ആൻസർ. ചെയ്തോളൂ. ഓക്കെ, ശരി. ഒന്നുമില്ല, അവിടെ ഒരു ബക്കറ്റ് മറിഞ്ഞു പോകാം. ഓക്കെ, കഴിഞ്ഞോ? അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു. ഇനി അവർ കുറച്ച് കുഞ്ഞു പ്രോബ്ലംസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര സിമ്പിളാണ്. എങ്കിലും വെറുതെ രസത്തിന് ചെയ്യാൻ മതി. എഴുതിക്കോ, ഇത് കഴിഞ്ഞല്ലോ. ഇതിനൊക്കെ ഡയറക്റ്റായ ക്വസ്റ്റ്യൻസ് ആണ്. P of A = 0.6. P of A = 0.6. ഇതൊന്നും +2 ചോദിക്കുമ്പോൾ എൻ്റെ ചോദ്യങ്ങളല്ല, എങ്കിലും ചെയ്യുന്നത്. P of A = 0.6. P of B equals 0.3. P of A intersection B equals 0.12 ആണ്. 0.2 ആണ്. 0.2. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, P of A given B ആണ്. എന്തൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഈസ് P of A intersection B divided by, നിങ്ങൾ നേരെ ചെയ്തോട്ടോ, അതിന് ക്വസ്റ്റ്യൻ അതിൻ്റെ കാര്യമില്ല. P of B equals 0.2/0.3 equals 2/3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, ഭയങ്കര ടഫായിട്ടുള്ള. P of B given എന്നാണത്. എന്താണത്, P of A intersection B തന്നെ ബൈ P of A എന്നാണോ. അപ്പോൾ എന്ത് കിട്ടും, 0.2/0.6 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 1/3 കിട്ടും. ഇത്രയുള്ള കാര്യമുള്ളൂ. ഇതൊക്കെയാണ് വലിയ ക്വസ്റ്റ്യനായി ചോദിക്കുന്ന സംഗതികൾ. കഴിഞ്ഞോ? ബാബാജി അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത നിങ്ങൾ ചെയ്യും. അടുത്ത് ചെയ്യാലോ, ഇത് കഴിഞ്ഞില്ലേ? ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നിങ്ങൾ ചെയ്തേ. P of A = 0.8. P of A = 0.8. P of B equals 0.5. P of B equals 0.5. P of A intersection B equals 0.32. P of A intersection B equals 0.32. Right? അപ്പോൾ എന്താ പറഞ്ഞേ, P of A equals 0.8, P of B equals 0.5, P of A intersection B equals 0.32 അല്ലേ. സോ എന്താ അറിയോ, P of
എ ഗിവൺ ബി കാണാൻ. ആ വിട്ടുകൾ എന്ത് ക്വസ്റ്റ്യൻ അത് വേണ്ട. അടുത്തത് പി ഓഫ് എ ഈക്വൽ 0.8. അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് ബി ഈക്വൽ 0.5. പി ഓഫ് എ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പി ഓഫ് എ ഈക്വൽ 0.8. പി ഓഫ് ബി ഈക്വൽസ് 0.5. പി ഓഫ് എ ഗിവൺ ബി ഈക്വൽസ് എ ഗിവൺ ബി അല്ലോ ബി ഗിവൺ എ എന്തായാലും കണക്കന്നെ ബി ഗിവൺ എ ഈക്വൽസ് 0.4. എന്നിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത്. ഒന്ന് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണുക. ഭയങ്കര അല്ലേ, സമ്മതിക്കണം. രണ്ടാമത്തേത് പി ഓഫ് എ ഗിവൺ ബി കാണാൻ. ശരി, എന്താ ഓക്കെ പി ഓഫ് എ ഗിവൺ ബി കാണാൻ എങ്ങനെ ചെയ്യും? മൂന്നാമത്തേത് പി ഓഫ് എ യൂണിയൻ ബി ആണ്. പി ഓഫ് എ യൂണിയൻ ബി അതൊക്കെ നേരിട്ട് ചെയ്യാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നെ കാണുക ആയിക്കോട്ടെ. നമുക്കറിയാം പി ഓഫ് ബി ഗിവൺ തന്നിട്ടില്ല. പി ഓഫ് ബി ഗിവൺ എ ഈക്വൽസ് എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നല്ലേ അല്ലേ? അതിൽ പി ഓഫ് ബി ഗിവൺ എന്താ? 0.4 ഈക്വൽസ് ഇത് അറിയില്ല, അത് കണ്ടുപിടിക്കേണ്ട ആളല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്താ? 0.5. ഇനി നമുക്ക് ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടും? 0.4 ഇൻറ്റു 0.5 എന്ന് കിട്ടും ഈക്വൽ 0.2 എന്ന് കിട്ടും. അത് തെറ്റിക്കരുത്, എന്ത് തെറ്റിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് എ ഗിവൺ ബി ആണ്. രണ്ടാമത്തെ ഓരോ ക്വസ്റ്റ്യനായി പി ഓഫ് എ ഗിവൺ ബി ആണ് ഈക്വൽസ് എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഇതിലെന്താ നിങ്ങൾക്ക് അറിയാതെ? ഇത് ഇതാ കിട്ടിയാണ് കൂടെ 0.2 ബൈ പി ഓഫ് ബി എന്താ എടുക്കണോ? 0.5 ഈക്വൽസ് 2/5. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്തായിരുന്നു? പി ഓഫ് എ യൂണിയൻ ബി കാണാൻ. അതാണ് അതിലും വലിയ തമാശ. എന്താണത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അന്താരാഷ്ട്ര ഇക്വേഷനാണത്. അതൊന്നും മറന്നു പോകാൻ പാടില്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർഡ് മാത്സിന് ആളുകൾ ഓർക്കുന്ന പോലെയാണ് ഇതും. എൻ ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ യൂണിയൻ ബി ഒക്കെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ കിട്ടുക? പി ഓഫ് എന്താ? 0.8 പ്ലസ് 0.5 അതെവിടെയാ? മൈനസ് 0.2 ഈക്വൽസ് എന്ത് കിട്ടും? 0. ഇത് കൂടി പോകുന്നുണ്ടോ? 1.3 മൈനസ് 1.1 അങ്ങനെ വരുമോ? അതൊരു കുഴപ്പമാണല്ലോ, അങ്ങനെ വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം പറ്റിയുള്ളവർക്ക്? പി ഓഫ് എ ഇത് 0.8 തന്നെയാണ്. 0.5 അപ്പോൾ എന്ത് വരും? 1.3 എന്ന് വരും. മൈനസ് 0.2 എന്ന് പറയുമ്പോൾ 1.1 വരില്ലേ? ഇല്ലേ? അപ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട്. തെറ്റിയുണ്ടോ എവിടെയെങ്കിലും? 0.2 അത് ശരിയാണല്ലോ. 0.4 ഇൻറ്റു 0.5 0.2 ആണ്. അപ്പോൾ പി ഓഫ് എൻ 0.2 ആണ്. 0.2 അത് കുഴപ്പമില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ശരിക്കും പറഞ്ഞാൽ അവിടെ മിനിമം 3നേക്കാൾ മുകളിൽ വരണം. പി ഓഫ് എ തെറ്റി തെറ്റിയാൽ മനസ്സിലായോ? ഇവിടെയാണ് തെറ്റിയുള്ളത്. പി ഓഫ് ബി ഗിവൺ എ പി ഓഫ് ബി അല്ല. ആലോചിച്ചാൽ മതി. പി ഓഫ് എ ആണ്. അപ്പോൾ 0.8 അത് അല്ലേ? 0.8 അവിടെ 0.8 വരിക ഈക്വൽസ് 0.32 എന്നാണ് വരിക. അതാണ് കഥ. അപ്പോൾ ഇവിടെ 0.32 എന്ന് വരും. 32 എന്ന് പറഞ്ഞാൽ അത് 32/50 എന്ന് വരും. 16/25 എന്ന് വരും. 16/25. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ ശരി. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്തൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ ഒരിക്കലും പ്രോബബിലിറ്റി ആരെ പഠിക്കേണ്ടാലും ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല. മാക്സിമം ഒന്നും ആവാൻ പാടില്ല, മാക്സിമം ഒന്നാവും. അപ്പോൾ തെറ്റിയത് അവിടെയാണ്. അപ്പോൾ എന്താ കിട്ടുക? 0.32 ആണ്.
എന്ത് കിട്ടും 1.3 മൈനസ് 0.32 എന്ന് പറയുമ്പോൾ 32 ആണ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക 0.9 അല്ലേ 3 കുറയ്ക്കണം 98 കിട്ടുന്നതല്ലേ 98 ആണോ 1.3 മൈനസ് 0.98 ആയിരിക്കും അല്ലേ അതെ ഇപ്പോൾ കിട്ടി 0.98 ചെയ്ത് കഴിഞ്ഞല്ലോ ശരി ഇനി ചില ഇൻഫർമേഷൻസ് പറയാം വെറുതെ എഴുതി വയ്ക്കുക ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണ്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ ബി ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താ കാരണം ചെയ്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അല്ലേ ശരി ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഇത് വെറുതെ എഴുതിക്കോ പ്രോബ്ലം ചെയ്യണ്ട എ യൂണിയൻ ബി പി ഓഫ് എ യൂണിയൻ ബി കാണണം ഇതാണ് കാര്യം എന്താണ് പി ഓഫ് എ യൂണിയൻ ബി എന്നാണ് ചോദിക്കണം ഇത് തന്നാൽ എന്തൊക്കെയാ അറിയോ 2p of a ഈക്വൽസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എയുടെ പകുതി എന്ന് അല്ലെങ്കിൽ പി ഓഫ് ബി ഇതിൻ്റെ ഇരട്ടി എന്ന് ഈക്വൽസ് എന്താണെന്ന് 5/13 ആണ് 5/13 നിങ്ങൾ തിരിച്ചെടുത്തോ എന്താ പി ഓഫ് ബി എന്താണ് 5/13 2p of എയും 5/13 ആണ് അപ്പോൾ പി ഓഫ് എ എന്താ 5/26 അല്ല അതെന്ത് ഫൈൻ പി ഓഫ് എ ഗിവൺ ബി അല്ല പി ഓഫ് എ ഗിവൺ ബി ഈക്വൽസ് എത്രയാണ് 2/5 ആണെന്നോ 2/5 അപ്പോൾ നോക്കൂ നമ്മോട് ചോദിച്ചുള്ളത് പി ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്കറിയാം പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് അല്ലേ അപ്പോൾ പി ഓഫ് എ ഉണ്ട് പി ഓഫ് ബി ഉണ്ട് ഇവിടെ എടുക്കണം ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വേണം അതിന് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം എന്താണ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നാണ് ഈക്വൽസ് അല്ലേ അങ്ങനെയല്ലേ പി ഓഫ് ബി ഈക്വൽസ് എന്താണ് 2/5 ആണെന്നോ പി ഓഫ് എ ഗിവൺ ബിക്ക് പകരം അതിൻ്റെ ഇക്വേഷൻ എന്താ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നല്ലേ അത് എഴുതി അത് 2/5 ആണെന്ന് അതിൽ പി ഓഫ് ബി എന്താ ഞാൻ ഇവിടെ എഴുതാം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് 2/5 ഇൻറ്റു പി ഓഫ് ബി ഇത് വലത്തോട്ട് കൊണ്ടുപോയി ഈക്വൽസ് 2/5 ഇൻറ്റു പി ഓഫ് ബി എവിടെയാണ് 5/13 അപ്പോൾ 5 വെട്ടിപ്പോയി 2/13 നമുക്ക് കാണേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി ആണ് എ യൂണിയൻ ബി ഈക്വൽ പി ഓഫ് എ അവിടെ പോയി 5/26 പ്ലസ് പി ഓഫ് ബി അവിടെ പോയി 5/13 മൈനസ് 2/13 അല്ലേ 2/13 ഈക്വൽസ് ഇത് 5/26 ഞാനിവിടെ നിൽക്കണമെങ്കിൽ മാറ്റി ചെയ്താട്ടോ ഏത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ 2.5/13 പ്ലസ് 5/13 മൈനസ് 2/13 മനസ്സിലായ കാര്യം ഇത് എട്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ 5ഉം 2നും 7 മൈനസ് 2 5 അപ്പോൾ എന്ത് കിട്ടും 5.5/13 എന്ന് കിട്ടും നിങ്ങൾക്ക് ആ പോയിന്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റിക്കോ കുഴപ്പമൊന്നുമില്ല ചെയ്ത് കഴിഞ്ഞാൽ പറയേ യെസ്
ഇനി നമ്മളതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഒക്കെ കുഞ്ഞു കുഞ്ഞു വെറുതെ POF തരും, POP തരും, അത് കാണുക ഇത് കാണുക. ഒക്കെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിന്ന് ആവശ്യമില്ല ചെയ്യാനായിട്ട്. സംഖ്യകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, തെറ്റിക്കാണ്ട്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്. എഴുതിക്കോ, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ അവർ അതിൽ പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സുമാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നാണ്. ഇത് കഴിഞ്ഞു. 2 രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബൈഹാർട്ടായി ചെയ്യാൻ പഠിച്ചു, ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യാനും മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഭാഗമാണ്. അതിൻ്റെ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്, അത് +2 ലാസ്റ്റ് ടോപ്പിക്കാണത്. എഴുതിക്കോ, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ. കുഴപ്പമില്ല, എനിക്കൊരു ചെരി പോലെ തോന്നുന്നുണ്ടല്ലോ. ഇല്ല അല്ലേ? കുഴപ്പമില്ല, കാര്യം നടക്കണ്ടല്ലോ. ശരി, നമുക്ക് നോക്കാം എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ. നോക്കൂ, ഇവൻറ്റുകൾ സെയിം ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൽ ഇവൻറ്റുകളൊക്കെ സെയിം ആയിരിക്കും. ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതുകൊണ്ട് മറ്റൊരു ഇവൻറ്റിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു സ്കൂളിൽ നമ്മൾ മുമ്പ് പറഞ്ഞ 1000 കുട്ടികളുണ്ടായിരുന്നു, 430 ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 570 ഗേൾസാണ്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഒരു കുട്ടിയെ സെലക്ട് ചെയ്തു, അത് ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ നോക്കുമ്പോൾ 430 ഗേൾസ് ഉണ്ട്, 30 ഗേൾസ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം 1000 കുട്ടികൾ. ഇതാണ് ഒരു കുട്ടി ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി. ഇനി +2ൽ ഇതിന് 10%, നേരത്തെ പറഞ്ഞാണ് നമ്മൾ 43 ഗേൾസ് +2ലുണ്ട്. വേറെ ഒന്നും പറയാതെ അവർ പറഞ്ഞു ഒരു കുട്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി +2ലത്തെ ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? അതാണ് +2ത്തെ ഗേൾസ് ഉണ്ട് 43 പേരുള്ളൂ, ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ അത് ചെറിയ പ്രോബബിലിറ്റി ആണല്ലോ, 0.43 കുഞ്ഞ് പ്രോബബിലിറ്റിയേ വരുള്ളൂ. എന്നാൽ അപ്പോൾ ഇത് നേരിട്ടുള്ള ഒരു ഡ്രോ ആയിരുന്നു. നേരെ തിരിച്ച് ഒരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത് ഗേൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു അത് +2ലെ ഗേൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വരിക? 43/430 എന്നാണ് വരിക. കാരണം അവിടെ ബോയ്സിനോട് കണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാമത് സംഭവിച്ച ഇവൻറ്റ് രണ്ടാമത് സംഭവിക്കുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് പ്രോബബിലിറ്റി വളരെ ചെറുതായിരുന്നു. 44. ഇവിടെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിന് ശേഷം നമ്മൾ പ്രോബബിലിറ്റി കാണുമ്പോൾ പ്രോബബിലിറ്റി മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടീഷൻ എന്ന് പറയും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിനെ സ്വാധീനിക്കും, പ്രോബബിലിറ്റിനെ സ്വാധീനിക്കും. അതാണ് കണ്ടീഷണൽ. പക്ഷേ അങ്ങനെ സ്വാധീനിക്കുന്നില്ലെങ്കിലോ അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് ഒരു കേസ് എടുക്കാം. ഒരു പാക്ക് ഓഫ് കാർഡ്, അതിൽ നിങ്ങൾക്കറിയാം ഷഫിൾ വെച്ചിരിക്കുകയാണ്, 52 കാർഡ് ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു. ഒരു കാർഡ് എടുത്തിട്ട് എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കാർഡാണ്. ബ്ലാക്ക് കാർഡ് കിട്ടി. ഞാൻ നോക്കി, അപ്പോൾ ബ്ലാക്കിൻ്റെ പ്രോബബിലിറ്റി എന്താ? 26/52 ആണ് നിങ്ങൾ പറഞ്ഞു. ശരി, സമ്മതിച്ചു. ബ്ലാക്ക് ആണ് പ്രോബബിലിറ്റി 26/52. ഈ കാർഡ് നോക്കിയിട്ട് തിരിച്ചു വെച്ചു. അവിടെ തിരിച്ചു വെച്ചിട്ട് മറ്റൊരു കാർഡ് എടുത്തു. ഇവിടുന്ന് വീണ്ടും ഒരു കാർഡ് എടുത്തു. അപ്പോൾ അത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? 26/52 തന്നെയാണ്. ഒന്നാമത് വന്ന കാർഡ് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ബ്ലാക്ക് ആൻഡ് റെഡ് ആയാലും അത് തിരിച്ചു വയ്ക്കണ്ടല്ലോ. തിരിച്ചു വെച്ച് ഇവിടെ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ 2 ഡ്രോയും ഇൻഡിപെൻഡൻ്റ് ആണ്, പരസ്പരം ബന്ധമല്ല. അപ്പോൾ ഒന്നാമത് ബ്ലാക്ക് കിട്ടിയതുകൊണ്ട് രണ്ടാമത് ബ്ലാക്ക് കിട്ടുന്നുണ്ടോ? ഒന്നാമത് നമുക്ക് റെഡ് കിട്ടിയത്, അപ്പോൾ അടുത്ത് ബ്ലാക്ക് വേണമെന്നുണ്ടോ? റെഡ് ഒന്നുമില്ല, അങ്ങനെ കിട്ടണ പോലെ ഇരിക്കും, ഒരു ബന്ധമില്ലാവാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ ഒരു കാർഡ് എടുത്തു, അത് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി എന്താ? 26/52 ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ആ കാർഡ് ഞാൻ പോക്കറ്റിലിട്ടു, തിരിച്ചു വെച്ചില്ല. ആ കാർഡ് ഞാൻ പോക്കറ്റിലിട്ടു. അപ്പം സംഭവിച്ചു, അവിടെ ഒരു കാർഡ് ബ്ലാക്ക് കാർഡ് കുറഞ്ഞു, മൊത്തം കാർഡ് കുറഞ്ഞു.
എന്നിട്ട് ഇവിടുന്ന് വേറെ ഒരു കാർഡ് എടുത്തു. അത് ബ്ലാക്ക് ആണുള്ള പ്രോബിലിറ്റി എന്താ പറഞ്ഞത്? 25/51 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഈ കാർഡ് ബ്ലാക്ക് ഇവിടുന്ന് പോയത് രണ്ടാമത്തെ ബ്ലാക്കിൻ്റെ പ്രോബിലിറ്റിനെ സ്വാധീനിച്ചു. ഇത് കണ്ടീഷനിലാണ്, ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടും മറ്റേ ആളെ അടുത്ത് വരാൻ പോകുന്ന ഇവൻറ്റിനെ അത് സ്വാധീനിക്കുന്നില്ല എങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അതൊക്കെ പോട്ടെ, ഇതിന് ടിപ്പിക്കലായിട്ടുള്ള ഒരു 3 എക്സാമ്പിൾ ഉണ്ട്. നോക്കൂ, നമ്മൾ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം, മാത്സിലൊരു പ്രോബ്ലം 3 കുട്ടികൾക്ക് കൊടുത്തു. ഇത് ക്ലാസ് എന്ന് എഴുതി, ഇത് മൊത്തം വലിയ ക്ലാസ് നമുക്ക് എഴുതാം. എനെ ഒരു മൂലയ്ക്ക് ഇരുത്തി, ബിനെ ഇവിടെ ഒരു മൂലയ്ക്ക് ഇരുത്തി, സിനെ ഇവിടെ കൊണ്ടിരുത്തി. അതായത് ക്ലാസ്സിൻ്റെ പല മൂലകളും കൊണ്ടിരുത്തി, അല്ലെങ്കിൽ നോക്കി എഴുതും. അതുകൊണ്ടാണ് എ എന്ന കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്തു, അതുകൊണ്ട് ബി എന്ന കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ചെയ്യില്ല എന്ന് വല്ല നിർബന്ധമുണ്ടോ? ബി സോൾവ് ചെയ്തു തരില്ല, അതുകൊണ്ട് സി സോൾവ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇവിടെ സ്കില്ല് പോലെ ഇരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് എ പ്രോബ്ലം എന്ന് കിടപ്പം മനസ്സിലാക്കിയോ, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നിങ്ങൾ കേൾക്കും വരികയും ചെയ്യും എക്സാമിനേഷന്. അപ്പോൾ സോൾവിങ് എ പ്രോബ്ലം. ഇനി മറ്റൊന്ന്, നിങ്ങൾ ഈ ആർച്ചറി കോമ്പറ്റീഷൻ, ഷൂട്ടിംഗ് കോമ്പറ്റീഷനിലൊക്കെയും ഒരു ടാർഗറ്റ് വെക്കുന്ന കണ്ടുണ്ടാവും. നമ്മൾ ബുൾസൈ എന്നാണ് വിളിക്കുക. ഒരു സ്ക്വയർ ബോർഡ് ഉണ്ടാവും. ആ സ്ക്വയർ ബോർഡിൻ്റെ ഉള്ളിൽ ആദ്യം വലിയൊരു സർക്കിൾ ഉണ്ടാവും, അതിനുള്ളിൽ ചെറിയ സർക്കിൾ ഉണ്ടാവും, വേറെ സർക്കിളാണ് കേട്ടോ. അത് ഇത് നോക്കിയിട്ട് കയറില്ല, അങ്ങനെ ഇരിക്കും. ഇവിടെ ഒരെണ്ണുണ്ടാവും. ഇതിനൊക്കെ മാർക്കുകളാണ്, അവർക്ക് പോയിന്റുകളാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ആൾ കൃത്യം ഈ ബ്ലാക്കിൽ കൊള്ളിച്ച് 10 പോയിന്റ് കിട്ടും. അങ്ങനെ 3 തവണയും 3 ട്രയൽ ഉണ്ടാവും. 3 തവണയും ഇവിടെ കൊള്ളിച്ചാലോ ആൾക്ക് 30 മാർക്ക് കിട്ടി, 30 പോയിന്റ് കിട്ടി. ഒരാൾ ഒരു തവണ ഇവിടെ കൊള്ളിച്ചു, അപ്പോൾ 2 പോയിന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കൊള്ളിച്ചു, അപ്പോൾ 5 പോയിന്റായി. അപ്പോൾ ഇവിടെ കൊള്ളിച്ച മൊത്തം 17 പോയിന്റായി. 10, 5, 15 അങ്ങനെയാണ് കൂട്ടുക. ഒരാൾ 3 തവണയും ഇവിടെ കൊള്ളിക്കുന്നതെങ്കിലോ ഇവിടേക്കാണെങ്കിൽ ആൾക്ക് 6 പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 ട്രയലിൻ്റെയും മാർക്ക് എടുത്തിട്ടാണ് ഇത് ആര് വിജയം നിശ്ചയിക്കുക. ഇത് നമ്മൾ ബുൾസൈ എന്ന് പറയാം. അവിടെ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അമ്പെയ്ത്തുണ്ട്, ആർച്ചറി, ഈ അമ്പ് ചെയ്യാനോ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്സ്മെൻ. അപ്പോൾ അവർ ഈ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഹിറ്റിംഗ് എ ടാർഗറ്റ് എന്ന് കേട്ടാൽ മനസ്സിലാക്കുക, ഒന്നാമത്തെ ആൾ കൃത്യം ഉന്നം വെച്ച് ഇവിടെ കൊള്ളിച്ചു, അതുകൊണ്ട് രണ്ടാമത്തെ ആൾ കൊള്ളിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? കൊള്ളിക്കണ്ടെന്നുണ്ടോ? ഇല്ല. അതൊക്കെ അവിടെ സ്കില്ല് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ആ സമയം പോലെ ഇരിക്കും. സ്കില്ല് മാത്രമല്ല, ആ ടൈമും ഒക്കെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അപ്പോൾ ഹിറ്റിംഗ് എ ടാർഗറ്റ് എന്താ? ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒരു കാര്യം പറഞ്ഞത്? ഒന്ന് ഗെറ്റിംഗ് എ ജോബ്, പിന്നെ ഹിറ്റിംഗ് എ ടാർഗറ്റ്. ഇനി ഓരോ കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ കുറേ വേക്കൻസി ഉണ്ട്, 2 വേക്കൻസി അല്ല, കുറേ വേക്കൻസി. ഒരു 2 പേര് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഒന്നാമത്തെ ആൾക്ക് ജോലി കിട്ടി, അപ്പോഴാണ് അത് കിട്ടുന്നുണ്ടോ? കിട്ടണമെന്നുണ്ടോ? ഇല്ല. അവിടെ സ്കിൽ പോലെ ഇരിക്കും. അപ്പോൾ ഗെറ്റിംഗ് എ ജോബ് അതും ഇൻഡിപെൻഡൻ്റ് ആണ്. എഴുതൂ, ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ്. ഇഫ് the occurrence of one event is not influencing the occurrence of the other, they are called independent events. അവർ പറഞ്ഞ പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. നിങ്ങൾ അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ എഴുതിക്കുക. ഒന്നാമത്തെ സോൾവിങ് എ പ്രോബ്ലം, അത് ക്ലീൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. സോൾവിങ് എ പ്രോബ്ലം. മറ്റൊരു എക്സാമ്പിൾ ഹിറ്റിംഗ് എ ടാർഗറ്റ്. ആൻഡ് മൂന്നാമത്തെ getting a job, ഒരു ജോബ് കിട്ടില്ല. ഇനി തിയറം എഴുതാം. നോക്കൂ, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളൊരു കാര്യം ചെയ്യുക. പി ഓഫ് എ കണ്ടുപിടിക്കുക, പി ഓഫ് ബി കണ്ടുപിടിക്കുക, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. ഇത് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ, നിങ്ങൾ തിരിച്ചാണ് എഴുതേണ്ടത് കേട്ടോ, അങ്ങനെയല്ല എഴുതേണ്ടത്.
തിരിച്ചെഴുതണം. എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ അവ ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് തിയറം. എഴുതൂ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, if A and B are independent, then P of A intersection B equals P of A into P of B. P of A into P of B. P of A into P of B. അത് ബോക്സിൽ ഇട്ടോ. ഇവിടെ നേരെ തിരിച്ചെഴുതണം. ഇങ്ങനെ എഴുതരുത്. P of A intersection B equals P of A into P of B. ബോക്സിൽ എഴുതാം. താഴെ ഒരു നോട്ട് കുറിക്കുക. ഒരു നോട്ട് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പി ഓഫ് എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരാളെ പഠിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര് അറിയോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്നാണ് എൻ്റെ പേര്. MEE എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്താ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? അവ ഒരുമിച്ച് സംഭവിക്കില്ല എന്നർത്ഥം. അപ്പോൾ എയും ബിയും ഒരുമിച്ച് സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്ന പേരെന്താ? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഒരു ഡൈ റോൾ ചെയ്തു, 1ഉം 2ഉം ഒരുമിച്ച് വരുമോ? വരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? 1ഉം 2ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയും. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവയ്ക്ക് പൊതുവായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ ആൾസെറ്റ് ആയിരിക്കും. പ്രോബബിലിറ്റി 0 ആയിരിക്കും. അപ്പോൾ എഴുതൂ. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ 0 ആയിരിക്കും. അപ്പോൾ രണ്ട് കാര്യം അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് 0. ഇനി നമുക്ക് ഒന്നുകൊണ്ട് ചെക്കിങ് നടത്താം. ശരി, എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ നോട്ടായിട്ടും എഴുതിയിരിക്കാം. പ്രോബ്ലം ചെയ്തോ. പി ഓഫ് എ ഈക്വൽസ് 3/5. P of A equals 3/5. P of B equals 3/10. P of A 3/5. P of B equals 3/10. P of A intersection B equals 1/5. P of A intersection B equals 1/5. A intersection B 1/5 ആണ്. ചോദ്യം ഇതാണ്, ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്? എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണോ എന്നാണ് അവരുടെ ചോദ്യം. നോക്കൂ, നമുക്കൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എ ഈക്വൽസ് 3/5 എന്നും പി ഓഫ് ബി ഈക്വൽസ് 3/10 എന്നും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് എന്താ 1/10 ആണോ? 1/5 ആണ്. ശരി, 1/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ഡേറ്റ വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് പറയണം എന്നാണ് ഈ പറയണത്. നമുക്കറിയാം, ഇവ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബിയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോഴേ ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. നമുക്ക് കാര്യം ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കാണാം. പി ഓഫ് ബി ഈക്വൽസ് 3/5 ഇൻറ്റു 3/10 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 9/25 എന്ന് കിട്ടും. നോട്ട് ഈക്വൽസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ പി അത് 1/5 ആണ്, ഇത് 9/25 ആണ്. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കണ്ടപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? ദെയർഫോർ എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് നാഹി ഹെ. മനസ്സിലായോ? ഇങ്ങനത്തെ ജാതി കുട്ടികണക്കാണ് ഇതുള്ളത്. ചെയ്ത് കഴിഞ്ഞോ?